ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് സ്വാഗതം. പുതിയൊരു ടീച്ചർ വേക്കൻസിയുടെ അപ്ഡേഷൻ ആണ് ഭാരത് ഇലക്ട്രോണിക്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നിങ്ങൾ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. സ്ഥാപനമാണ് എന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അവിടെയുള്ള ടീച്ചർ വേക്കൻസിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. 45 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. PGT, TGT, PRT ഇവിടെ വേക്കൻസീസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ 2-3 സെക്ഷൻസ് ആയിട്ട് ഇരിക്കാം. ആദ്യം നോട്ടിഫിക്കേഷൻ പരിചയപ്പെടുത്താം, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എപ്പോഴും പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ അറിയുന്നതിനും ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതയ്ക്ക് വേണ്ടി യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വീഡിയോ ഒക്കെ റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അഡ്വർടൈസ് നമ്പർ BEITS 2026-27. ഓക്കെ, ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ. ബാംഗ്ലൂരിലാണ്, ഇത്തിരി ദൂരെയല്ല, തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ബാംഗ്ലൂരിലേക്കാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 34 വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. 34 ഏജ് പ്രായപരിധി എന്ന് പറയുന്നത് 45 വയസ്സാണ്. മിനിമം 3 years എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, മാൻഡേറ്ററി അല്ല. പിന്നെ ലൊക്കേഷൻ ഓഫ് പോസ്റ്റിംഗ് ബാംഗ്ലൂരാണ്. ഓക്കെ, പിന്നെ അവർ പറയുന്നത് ഓൾ പോസ്റ്റ് ആർ പ്യൂർലി ഓൺ ടെമ്പററി ബേസിസ്. ടെമ്പററി എൻഗേജ്മെന്റ് ടു പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്. ദ ടെന്യൂർ ഓഫ് എൻഗേജ്മെന്റ് ഷാൽ ബി എക്സ്റ്റൻഡഡ് ബേസ്ഡ് ഓൺ പെർഫോമൻസ്. സാധാരണ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ടെമ്പററി ആണെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് റെഗുലർ പോസ്റ്റായിട്ട് മാറാറുണ്ട്. എവരിൽ തന്നെ റെഗുലർ പോസ്റ്റുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടീച്ചർ മാത്രമല്ല, എല്ലാത്തരം പോസ്റ്റുകളിലേക്കും വെല്ലുവിളിക്കാറുണ്ട്. കുട്ടികളെ എഞ്ചിനീയറിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളിലേക്കാണ് സാധാരണ വിളിക്കാറുള്ളത്. ഇവർക്ക് ധാരാളം സ്കൂളുകൾ ഉള്ളതുകൊണ്ട് സ്കൂളിലേക്ക് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അതില് കെമിസ്ട്രി, PGT കെമിസ്ട്രി വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇതില് വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഇതൊരു ടെമ്പററി ബേസിൽ വിളിച്ചിരിക്കുന്നത്. സീറ്റെറ്റ് ആവശ്യമില്ല കേട്ടോ. നോ സീറ്റെറ്റ്, സീറ്റെറ്റ് വേണ്ട. സീറ്റെറ്റ് ഇല്ലാത്തവർക്കും ഇത്രയും പെട്ടെന്നൊരു ജോലി ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. സീറ്റെറ്റ് ഇല്ലാത്തവർക്കും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് PGTക്ക് സീറ്റെറ്റ് വേണ്ട, ഞാൻ പറയുന്നത് PRT, TGT പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സീറ്റെറ്റ് വേണമല്ലോ. അപ്പൊ TGTക്കും PRTക്കും ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് ഇതിൽ സീറ്റെറ്റ് ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ PGT കെമിസ്ട്രി വിളിച്ചിട്ടുണ്ട്. BSc കെമിസ്ട്രി എല്ലാത്തിനും 50% മാർക്കും, PGക്ക് 50% മാർക്കും, BEd 50% മാർക്കുമാണ് വേണ്ടത്. ഓക്കെ, പിന്നെ പ്രിഫറബിൾ ആണ് ബാക്കിയുള്ള ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ. പിന്നെ രണ്ടാമത്തത് കമ്പ്യൂട്ടർ സയൻസ് PGT വിളിച്ചിട്ടുണ്ട്. അത് BSc കമ്പ്യൂട്ടർ സയൻസ് ആവാം, അതുപോലെ തന്നെ BTech കമ്പ്യൂട്ടർ സയൻസ് ആവാം. ഇതെല്ലാം 50% മാർക്ക്. അതിന്റെ PG 50% മാർക്ക്. ഓക്കെ, പിന്നെ എല്ലാത്തിനും സ്വാഭാവികമായിട്ട് നമുക്ക് BEd വേണമെന്ന് അറിയാലോ ടീച്ചിങ് ആവാനായിട്ട്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് PRT 3 പോസ്റ്റ്, GPT 1 പോസ്റ്റ്, TGT 1 പോസ്റ്റ്, PGT 1 പോസ്റ്റ്. അപ്പൊ ഇംഗ്ലീഷ് എല്ലാ പോസ്റ്റും ഉണ്ട്. ഹിന്ദി PRT, TGT, PGT, അതുപോലെ കൊമേഴ്സ് ലെക്ചറർ 1, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ലെക്ചറർ 1. അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇവിടെ സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ള PMRSന്റെയും KVD ഒക്കെ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പലതിനും ഇവിടെ BEd വേണ്ട എന്നുള്ളൊരു കാര്യം. ഇപ്പൊ എക്സാമ്പിള് കമ്പ്യൂട്ടർ സയൻസ് ലെക്ചററിന് ഇവിടെ BEd അല്ല ചെയ്യുന്നില്ല. ജസ്റ്റ് MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ MTech കമ്പ്യൂട്ടർ സയൻസ് 50% മാർക്കോടെ പാസ്സായാൽ മതി. പിന്നെ നെറ്റും സ്ലെറ്റും MPhilലും PhD ഒക്കെ ഉള്ളവർക്ക് ഒരു പ്രിഫറൻസ് ആയിട്ട് എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ സംസ്കൃതം ലെക്ചർ 1 പോസ്റ്റ്, മാത്തമാറ്റിക്സ് PRT 1, TGT 1, PGT 2. അതിലും BSc മാത്സ് 50% മാർക്ക്, MSc മാത്തമാറ്റിക്സ് 50%,
ഗ്രാജുവേഷൻ BEd 50%. പിന്നെ സയൻസ് PRT GPT 1 TGT 2 അങ്ങനെ 5 പോസ്റ്റുകളിലേക്ക് സയൻസ് വിളിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ പോസ്റ്റിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BSc ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ ബയോളജി ഓർ മാത്സ് കേട്ടോ. അതായത് PRT GPT TGTയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ഫിസിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം, കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം, ബയോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം, മാത്സുകാർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, 50% മാർക്ക് ഉണ്ടെങ്കിൽ വിത്ത് ഇതിനെല്ലാം BEdും കൂടി വേണം, CTET വേണ്ട. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ സയൻസ് TGT 3 PGT 1. അത് BA ഹിസ്റ്ററിയോ ജിയോഗ്രഫിയോ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ സോഷ്യോളജിയോ ഒക്കെ പഠിച്ചവർക്ക് BEd ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 2 എണ്ണം, അത് നമുക്കറിയാമല്ലോ. സ്പെഷ്യൽ എഡ്യൂക്കേഷനിലുള്ള DEdോ BEd ഒക്കെ ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ് PGT 1, ലൈബ്രറിയൻ 2 പോസ്റ്റ്. നോൺ ടീച്ചിങ് 2 എണ്ണമാണ്. ലൈബ്രറി സയൻസ് ക്വാളിഫിക്കേഷൻ PC ഉള്ളവർക്ക്. അപ്പോൾ ഇത്രയുമാണ് 13 പോസ്റ്റുകൾ. 13 കാറ്റഗറിയിൽ 34 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ 45 വയസ്സാണ്. ബാംഗ്ലൂരാണ് ഇതിൻ്റെ സ്കൂളുകൾ വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂട്ടി കാര്യങ്ങൾ അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ എവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ തന്നെ ടെലഗ്രാം ചാനലിലും നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ അപ്ലൈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് 17-ാം തീയതി ആരംഭിച്ചതാണ്. എൻഡ് ചെയ്യുന്നത് 7/7/2026. നെക്സ്റ്റ് മന്ത് 7-ാം തീയതി അവസാനിക്കും ഇത്. പിന്നെ ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ ആർ മെൻഷൻ ബിലോ. ഇഫ് നോട്ട് സബ്മിറ്റഡ് ഇന്റർവ്യൂ ഡേറ്റ് ദ കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് ബി അലൗഡ് ടു അറ്റൻഡ് ദ ഇന്റർവ്യൂ. അതായത് ഇന്റർവ്യൂവിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ ചോദിക്കുമെന്നുള്ളത്. അപ്പോൾ സെലക്ഷൻസ് വിൽ ബി ത്രൂ എ റിട്ടൺ ടെസ്റ്റ് ഫോർ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഫോളോഡ് ബൈ ആൻ ഇൻ്റർവ്യൂ. Only for those candidates who qualify in the written test, the venue of the written test interview will intimated through email. ഓക്കെ, റിട്ടൺ ടെസ്റ്റ്, അതായത് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. ആ റിട്ടൺ ടെസ്റ്റിന് പാസ്സാകുന്നവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. അതിൻ്റെ വെന്യൂവും കാര്യങ്ങളൊക്കെ റിട്ടൺ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇമെയിലിലൂടെ അറിയിക്കുന്നതായിരിക്കും. റിട്ടൺ ടെസ്റ്റ് 70% ഓഫ് മാർക്ക് വിൽ ബി അലോട്ടഡ് ഇൻ റിട്ടൺ ടെസ്റ്റ്. അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കംപ്രൈസിങ് 50 മാർക്സ് ഫോർ റെസ്പെക്റ്റീവ് സബ്ജക്റ്റ്. നിങ്ങൾ ഏതിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സബ്ജക്റ്റിന്, നിങ്ങൾ ഏത് സബ്ജക്റ്റ്, ഇപ്പോൾ TGT സയൻസിനാണെങ്കിൽ ആ സയൻസുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ PGT കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതിന് 50 മാർക്ക്. 10 മാർക്കിൻ്റെ ജനറൽ നോളജ് GK സെഷൻസ് 10 മാർക്ക്. 10 മാർക്കിന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ഓക്കെ, അങ്ങനെ 1.5 മണിക്കൂർ 90 മിനിറ്റ്സ് ആണ് ആ എക്സാം വരുന്നത്. 50ഉം 10ഉം 60ഉം മൊത്തം 70 മാർക്കിന് 70 മാർക്കിൻ്റെ എക്സാംസ് 1.5 മണിക്കൂറിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൂടാതെ ഇൻ്റർവ്യൂവിന് 30% മാർക്കാണ്. ഇൻ്റർവ്യൂവിന് നമുക്കുള്ളത് 30% ആണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കാൻഡിഡേറ്റ്സ് ഹു പാസസ് ഇൻ ദ റിട്ടൺ ടെസ്റ്റ് വിൽ ബി കോൾഡ് ഫോർ ഇൻ്റർവ്യൂ ബേസ്ഡ് ഓൺ 1:5 റേഷ്യോ. അതായത് ഒരു പോസ്റ്റിന് 5 പേരെന്നുള്ള നിരക്കിൽ, ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ 5 പേരെ വിളിക്കും ഇൻ്റർവ്യൂവിന്. അങ്ങനെയാണ് സെലക്ഷൻസ് വരുന്നത്. Okay, the name of the candidates shortlisted for written test interview and final selection will be noticed on our website. Okay, അപ്പോൾ അത് വെബ്സൈറ്റിലൂടെയൊക്കെ അവർ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, ഈ നോട്ടിഫിക്കേഷൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ 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 നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് BEEI വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ BEEI അല്ലെങ്കിൽ BEEI കേട്ടോ,
കൊടുത്തു കഴിഞ്ഞാൽ BEEI.edu.in എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം നേരത്തെ കാണിച്ചിരുന്ന ഫസ്റ്റ് പേജ് വരും. അതിൽ ഇവിടെ കിടക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ഫോർ ദ ഭാരത് ഇലക്ട്രോണിക്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് റിക്രൂട്ട്മെന്റ് 2026 റിക്രൂട്ട്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ഫോർ ഭാരത് ഇലക്ട്രോണിക്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്ലിക്ക് ഓൺ ബിലോ ലിങ്ക് ടു അപ്ലൈ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോസ് ഓണായി വരും. ക്ലിക്ക് ടു അപ്ലൈ ഫോർ ദ ടീച്ചേഴ്സ് എന്നും പറഞ്ഞ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ തെളിഞ്ഞു വരും. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കിടപ്പുണ്ട് വ്യൂ ഡീറ്റെയിൽസ് ഓഫ് അഡ്വർടൈസ്മെന്റ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ഓഫ് സെലക്ഷൻസും ഡൗൺലോഡ്, സ്പെസിഫിക് ഫോമാറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്നും വേണം, നമുക്ക് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പം നിങ്ങൾ മുമ്പ് എന്തെങ്കിലും പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ആൾറെഡി ലോക്ക്ഡ് ഇൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ കൊടുക്കുക. ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് റീ എൻട്രി ചെയ്യുക. പിന്നെ ഏത് പോസ്റ്റിലേക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് അനുസരിച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇമെയിൽ ID കറക്റ്റ് കൊടുക്കണം. കാരണം ഇമെയിൽ ത്രൂ ആണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് 2 തവണ ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്. അത് റീ എൻട്രി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആർ യു അപ്ലൈയിങ് ഓൺ ആപ്ലിക്കേഷൻസ് ഹു ആർ സ്പൗസ് ദ ഡിസീസ്ഡ് എംപ്ലോയി ഓഫ്, അതായത് നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരോ ആരൊക്കെ ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹാവ് യു റീഡ് അണ്ടർസ്റ്റുഡ് എസ് എന്നും പറഞ്ഞ് കൊടുക്കുക. എസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത പേജിലേക്ക് നിങ്ങളെ ഡയറക്റ്റ്. ഇവിടെ ഞാനിപ്പോൾ അത് ഫില്ലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ചെയ്ത് വരാത്തത്. എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് കൊടുത്ത് ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ, എത്രയും പെട്ടെന്ന് ഇതിനൊരു ജോബ് വേണമെന്ന് താല്പര്യമുള്ളവർ, ഇപ്പം നമ്മൾ കഴിഞ്ഞ KVക്കും NVക്കും EMRSനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യാനും കൂടി പറ്റും. ഓക്കെ, അതിൽ കിട്ടാതെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പെടാതെ വിഷമിച്ചിരിക്കുന്ന, കാരണം നിങ്ങൾ ഒരു ഇത് നോക്കിയവരൊക്കെ ആണല്ലോ, പെട്ടെന്ന് പാസ്സാകാൻ പറ്റും. ഇതേപോലെ തന്നെ സെയിം കാറ്റഗറിയിൽ നമ്മുടെ NCERTയും SSIയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് ലെക്ചർ പ്രൊഫസർ പോസ്റ്റുകളിലേക്ക് ധാരാളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആർമി പബ്ലിക് സ്കൂള്, അതുപോലെ തന്നെ ആർമി പബ്ലിക് സ്കൂളിൻ്റെ പെർമനൻ്റ് വേക്കൻസീസ്, പിന്നെ എയർഫോഴ്സ് സ്കൂളിൽ പെർമനൻ്റ് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് 2-3 സ്ഥലങ്ങളിലേക്ക്. കുറച്ച് പോസ്റ്റേ ഉള്ളൂ, എന്നാലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ വീഡിയോയും അതിൻ്റെ ബാക്കിൽ നിന്ന് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കൊടുക്കുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ LPUP ലോങ് ടേം ബാച്ച്, അതുപോലെ തന്നെ CTET ബാച്ച്, അതുപോലെ തന്നെ ഇപ്പോൾ വിളിക്കാൻ പോകുന്ന EMRS 3.0 SSA AESൻ്റെ ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ബാക്കി വരുന്ന ബാച്ചുകളുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം, പെയ്ഡ് ബാച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പം താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.